ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടില്ലെന്ന് പ്രശസ്ത പിന്നണി ഗായിക കൽപ്പന രാഘവേന്ദർ പറയുന്നു. ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഉറക്ക ഗുളിക ധാരാളം കഴിച്ചു. 8 ഗുളികകൾ കഴിച്ചിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 10 ഗുളികകൾ കഴിച്ചു ഉറങ്ങിപ്പോയി. കൽപ്പന രാഘവേന്ദർ പോലീസിന് ഇങ്ങനെയാണ് മൊഴി നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ 2 ദിവസമായി ഈ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇവർ ഉറക്ക ഗുളിക കഴിച്ച് മയങ്ങിക്കിടക്കുകയായിരുന്നു എന്നും അത് ആത്മഹത്യാ ശ്രമമാണോ എന്ന് സംശയമുണ്ടെന്നും പോലീസ് രാവിലെ പറയുകയുണ്ടായി. എന്താണ് ശരിക്കും സംഭവിച്ചത് ശ്രീനാഥ്? ഇപ്പോൾ ഗായികയ്ക്ക് ബോധം തിരികെ കിട്ടിയിട്ടുണ്ട്. അതേ തുടർന്നാണ് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. തനിക്ക് മകളുമായി കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച തനിക്ക് മകളുമായി ചില കാര്യങ്ങളിൽ തർക്കിക്കേണ്ടി വന്നു. മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടായിരുന്ന തർക്കം. അവർക്ക് ഹൈദരാബാദിന് പുറത്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് താൻ എതിർക്കുകയും അതേ തുടർന്നുണ്ടായ ഒരു തർക്കമുണ്ടായി. അതിനുശേഷം പിന്നീട് 4-ാം തീയതി, അതായത് ഇന്നലെ, അവർ എറണാകുളത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് എത്തി. അവിടെ വീട്ടിലെത്തിയതിനു ശേഷം അവർക്ക് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. പിന്നീട് ഉറക്ക ഗുളികകൾ 8 എണ്ണം ആദ്യം കഴിച്ചു നോക്കി. എന്നിട്ടും ഉറക്കം വരാതെ ഇരുന്നതോടെ വീണ്ടും ഒരു 10 എണ്ണം കൂടി കഴിക്കുകയായിരുന്നു. മരിക്കണമെന്നുള്ള ഉദ്ദേശമായിരുന്നില്ല, ഉറക്കം കിട്ടാത്തത് കൊണ്ട് അതിനുള്ള ശ്രമമായിരുന്നു എന്നതാണ് കൽപ്പന പറയുന്നത്. പിന്നീട് അവർക്ക് ബോധമില്ലാതെയായി. ഭർത്താവ് പ്രസാദ് അദ്ദേഹം ഈ സമയം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടി. അടുത്തുള്ള വീട്ടുകാരെ വിവരം അറിയിക്കുകയും അവർ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിച്ച് ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. തുടക്കത്തിൽ വെന്റിലേറ്ററിന്റെ സഹായം ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്നു ഗായിക ഉണ്ടായിരുന്നത്. പിന്നീട് ബോധം തിരിച്ചു കിട്ടി. മകളും ഇതേ സംബന്ധിച്ച് വൈകിട്ടോടെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല, ഉറക്ക ഗുളിക കുടിച്ചതാണ് എന്ന ഗായികയുടെ അതേ വാദം തന്നെയാണ് അവരും ഈ രീതിയിൽ തന്നെ മകളും നേരത്തെ പറയുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്, ആശുപത്രിയിലാണ്. ഏതായാലും വെന്റിലേറ്ററിന്റെ സഹായം തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഈ കൽപ്പനയുടെ മകൾ ദയാപ്രസാദും ഈ കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അമ്മയുടേത് ആത്മഹത്യാ ശ്രമമല്ലെന്നാണ് അവർ പറയുന്നത്. ഉറക്കക്കുറവിനെ തുടർന്ന് ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് അമ്മ ഗുളികകൾ കഴിച്ചത്. അത് അല്പം ഓവർഡോസ് ആയിപ്പോയത് കൊണ്ടാണ് കൂടുതൽ സംഭവം ഉണ്ടായത് എന്നാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മകൾ പറയുന്നു.